ഈ പെയ്തിറങ്ങുന്നതും ഒഴുകി വരുന്നതുമായ വെള്ളത്തെ ശാസ്ത്രീയമായി തടഞ്ഞു നിർത്തി അതിനെ ശുദ്ധീകരിച്ച് അത് കുപ്പിവെള്ളമോ മറ്റെന്തെങ്കിലും ജലസ്രോതസ്സുകളിലേക്ക് മാറ്റി കുടിവെള്ളമാക്കിയാൽ വലിയ ഒരു സാമ്പത്തിക വരുമാനവും ഒരു തൊഴിൽ മേഖലയുമായിട്ട് അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഒപ്പം തന്നെ വെള്ളപ്പൊക്കത്തെ തടയാനുള്ള ഒരു പ്രതിവിധിയായിട്ട് മാറുകയും ചെയ്യും. നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുട്ടനാടിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ കുട്ടനാടിൻ്റെ മക്കൾക്കാവണം. അതോടൊപ്പം തന്നെ കേരളത്തിലും ദേശീയ തലത്തിലും ഈ കുട്ടനാട് ഒരു പ്രമുഖ സ്ഥാനമായി പ്രമുഖ സ്ഥലമായി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കണം. അതിന് കുട്ടനാട്ടുകാരുടേതായിട്ടുള്ള ശ്രമം വളരെയേറെ ആവശ്യമുണ്ട്. സർക്കാരിൻ്റെ സഹകരണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റായിട്ടും മാറണം. അതിനുവേണ്ടി ഒരു ശ്രമം എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു. കുട്ടനാട്ടിലെ കർഷകരെ ഒരു നെല്ലറ മാത്രമായിട്ട് ഒഴിച്ചിടേണ്ടതല്ല. അത്ഭുതകരമായ കൃഷിരീതി നടത്തുന്ന, വെള്ളത്തിന് താഴ്ചയിൽ കൃഷി നടത്തുന്ന, ബോട്ടുകളിലൂടെ പോകുമ്പോൾ അത്ഭുതകരമായി നോക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു നിലയോളം താഴെ കായൽ നിലങ്ങളിൽ കൃഷി നിറഞ്ഞ പച്ചപ്പുമായി നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ആ കാഴ്ച ലോകത്തിന് കാട്ടിക്കൊടുക്കണം. അതുകൊണ്ട് കുട്ടനാടിന് വേണ്ടിയിട്ട് ഒരു ടൂറിസം പദ്ധതി ഉണ്ടായേ തീരൂ.